ഓം ശാന്തി. ഞാൻ പുരുഷോത്തമ പാരസ് ബുദ്ധി ആത്മാവാകുന്നു. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാനൊരു പ്രകാശമാൻ ചൈതന്യ ശക്തിശാലി ദിവ്യാത്മാവാകുന്നു. എൻ്റെ ബുദ്ധിയോഗം നിരന്തരം സദാ പാവനനായ ശിവബാബയോടാണ്. ഞാൻ ആത്മാ ശിവബാബയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ സാക്ഷാത് പരമാത്മാ ശിവബാബയുടെ സാന്നിധ്യത്തിലിരിക്കുകയാണ്. സദാ പാവനനായ ശിവബാബയുടെ പാവന കിരണങ്ങൾ ഞാൻ ചൈതന്യ ആത്മാവിനെ സ്പർശിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ എൻ്റെ സങ്കല്പങ്ങളെ ശുദ്ധമാക്കുന്നു, ബുദ്ധിയെ ദിവ്യമാക്കുന്നു, പാവനമാക്കുന്നു, സംസ്കാരങ്ങളെ ശ്രേഷ്ഠമാക്കുന്നു. എൻ്റെ ചൈതന്യ രൂപത്തിൽ ദിവ്യത നിറയ്ക്കുന്നു. പാരസ്നാഥ ശിവബാബയുടെ സംഘത്തിൽ ഞാൻ പാവനമാകുന്നു, ശ്രേഷ്ഠമാകുന്നു. ഞാൻ പുരുഷോത്തമനാകുകയാണ്. ബാബയുടെ പാവന കിരണങ്ങളാൽ എൻ്റെ ബുദ്ധി പാവനമാകുന്നു. ഞാൻ പുരുഷോത്തമ ആത്മാവാണ്. ആരെ നോക്കിയാലും ആത്മാവിൻ്റെ ശ്രേഷ്ഠ സ്വരൂപത്തെ കാണുന്നു. എൻ്റെ ദൃഷ്ടിയിൽ ആത്മാവിന് ദിവ്യതയുടെ അനുഭവമുണ്ടാകുന്നു. ഞാൻ എവിടെ പോയാലും അവിടെ ശാന്തി, പവിത്രത, പ്രേമത്തിൻ്റെ അലകളുണ്ടാകുന്നു. പരിവർത്തനം ചെയ്യാനുള്ള ശക്തി എന്നിലുണ്ട്. ബ്രഹ്മബാബയെ പോലെ കല്ലുബുദ്ധികളായ ആത്മാക്കളെ സംസ്കാരങ്ങളെ സ്വർണം പോലെയാക്കുന്നു. ഞാൻ അന്യ ആത്മാക്കളെയും ശ്രേഷ്ഠമാക്കുന്നു. എൻ്റെ സങ്കല്പങ്ങളിലൂടെ, സഹയോഗത്തിലൂടെ ആത്മാക്കളിൽ ദിവ്യതയുണ്ടാകുന്നു. ആത്മാക്കൾ പരിവർത്തനത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. അവരുടെ തമോ ഗുണി സംസ്കാരം സതോ ഗുണി സംസ്കാരങ്ങളായി പരിവർത്തനപ്പെടുന്നു. എൻ്റെ സംഘത്തിൽ സഹയോഗത്തിലൂടെ ആത്മാക്കൾ പാവനമാകുന്നു. നിരന്തരം പരമാത്മാവിൻ്റെ ഓർമ്മയിലിരുന്ന് അന്യാത്മാക്കളെയും പരമാത്മാവിനോട് ചേർക്കുന്നു. പരമാത്മാവിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ശ്രേഷ്ഠമാണ്, വിശേഷമാണ്,
ഉത്തമനാണ്. ഞാൻ പുരുഷോത്തമനാണ്. സംഗമത്തിൽ പുരുഷോത്തമനായി ഭവിഷ്യദേവതയാകുന്നു. ഈ അനുഭൂതിയിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. ഞാൻ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഉത്തമനിലും ഉത്തമനായ പുരുഷനായി മാറുകയാണ്. ബാബ പറയുന്നു, കുട്ടികളെ, ദൈവിക കർമ്മങ്ങൾ ചെയ്യൂ. സമയം വ്യർത്ഥമാകുന്ന ഒരു കർമ്മവും ചെയ്യരുത്. സദാ പരിധിയില്ലാത്ത വിജയം നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ഞാനിപ്പോൾ തോണിക്കാരൻ്റെ അഥവാ തോട്ടക്കാരൻ്റെ അടുത്തിരിക്കയാണ്. ബാബ ശ്രീമതം നൽകുന്നു, ശ്രേഷ്ഠരിലും ശ്രേഷ്ഠമാക്കി മാറ്റുന്നു. ആദ്യം മതം നൽകുന്നു, ദേഹി അഭിമാനിയായി മാറൂ. ഞാൻ ആത്മാവിനെ ബാബ പഠിപ്പിക്കുന്നു. ഇതോർമ്മിച്ചാൽ തോണി അക്കരയെത്തും. ഞാൻ തന്നെ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഞാൻ തന്നെ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകുന്നു. ഇപ്പോൾ ഞാൻ പരിധിയില്ലാത്ത വിജയം നേടുന്നതിന് പൂർണ്ണമായ ശ്രദ്ധ വയ്ക്കുന്നു. പരിധിയുള്ള കാര്യങ്ങൾ വിട്ട് പരിധിയില്ലാത്തതിൽ മുഴുകുന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ജ്ഞാനസാഗരനായ ബാബയാണ്. അവസാനം ആ നിമിഷം വരും, നമ്മൾ പുരുഷോത്തമനാവുകയാണ്. ഞാൻ അച്ഛൻ്റെ ശ്രീമതമനുസരിച്ച് നടക്കുന്നു. ബാബ എല്ലാവരിലും ജ്ഞാനമഴ പെയ്യിക്കുന്നു. പിന്നീട് എല്ലാവരും ഗോൾഡൻ ഏജിലേക്ക് പോകും. ഈ സംഗമയുഗത്തിൽ അവിനാശിയായ ജ്ഞാനരത്നങ്ങൾ ദാനമായി ലഭിക്കുന്നു. ഇതിലൂടെ ഞാൻ ധനികനായി മാറുന്നു. ഞാൻ ചക്രം കറങ്ങി ബ്രാഹ്മണനായി പിന്നീട് വീണ്ടും ദേവതയാകുന്നു. ഗതിയും സദ്ഗതിയും ഈ സംഗമയുഗത്തിലേക്ക് എത്തുകയുള്ളൂ. ഓരോ ജ്ഞാനരത്നങ്ങളും കോടികളുടെ വിലയുള്ളതാണ്. അതിനാൽ തന്നെ സഞ്ചി നിറച്ച് ബുദ്ധിയിൽ ധാരണ ചെയ്ത് പിന്നെ ദാനം നൽകണം. ശ്രീയുടെ ശ്രേഷ്ഠ മതത്തിലൂടെ പരിപൂർണമായും നടക്കുന്നു. ദേഹി അഭിമാനിയാകുന്നതിനുള്ള പുരുഷാർത്ഥം പൂർണമായും ചെയ്ത് ആത്മാവിനെ സദോ പ്രധാനമാക്കണം. ബാബ നൽകിയ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സർവരുടെയും പ്രതി ശുഭഭാവനയും ശ്രേഷ്ഠഭാവനയും ധാരണ ചെയ്യുന്ന ഹംസബുദ്ധിയായ ഹോളി ഹംസമായി ഭവിക്കൂ. അമംഗളത്തിൻ്റെ കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും മംഗളത്തെയും മംഗളത്തിൻ്റെ വൃത്തിയിലേക്കും പരിവർത്തനം ചെയ്യൂ. അവരുടെ ദൃഷ്ടി ഓരോ ആത്മാവിനെ പ്രതിയും
ശ്രേഷ്ഠവും ശുദ്ധവും സ്നേഹത്തിൻ്റെതുമായിരിക്കും. അതുപോലെ പ്രേമത്താൽ നിറഞ്ഞ ഗംഗയാകൂ. താങ്കളിലൂടെ സ്നേഹസാഗരനായ ബാബ കാണപ്പെടണം. ഓം ശാന്തി.